എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 25 ശ്ലോകം 30, 31, 32, 33 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 25ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കണ്ണന് ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ആ ഇടത്തെ കൈകൊണ്ട് ആ വലിയ പർവ്വതം, ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ പിടിച്ചു നിന്ന് എന്തെങ്കിലും ആപത്ത് കണ്ണന് പറ്റൂ, കയ്യെന്ന് വീഴോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് യശോദയും രോഹിണിയൊക്കെ അവര് അമ്മമാരല്ലേ, എത്രയായാലും അമ്മമാർക്ക് ഇങ്ങനെ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എങ്ങനെയാ ഈ കൃഷ്ണൻ ഇതൊക്കെ പറ്റണേ എന്ന് വിചാരിക്കണേ, കയ്യിന്ന് വീഴോ എന്നുള്ള പേടിയും എല്ലാം കൂടിയിട്ട് അവര് വല്ലാത്ത വ്യസനത്തിലിരിക്കുകയായിരുന്നു. ക്ഷീണാവോ ഉണ്ണികൾക്ക്? കൊച്ചു കുട്ടികളല്ലേ, എത്ര കുഞ്ഞു ഉണ്ണിയാ, 7 വയസ്സേ ആയിട്ടുള്ളൂ അന്ന് കണ്ണന്. അങ്ങനെ ഗോവർദ്ധനം താഴത്ത് വെച്ചു, എല്ലാവർക്കും സുഖമായി, മഴയൊക്കെ നിന്നു. അങ്ങനെ എല്ലാം ഭംഗിയായി കണ്ടപ്പോ യശോദയ്ക്കും രോഹിണിക്കും കണ്ണനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അവര് ചുംബനങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടാണ്. അവരുടെ കാര്യം പ്രത്യേകം പറയുന്നു അടുത്ത ശ്ലോകത്തില്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 30. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യശോദ രോഹിണീ നന്ദോ രാമശ്ച ബലിനാം വര കൃഷ്ണമാലിംഗ്യയുജു ആശിഷ സ്നേഹകാതരാഹ. എല്ലാവരും ചെയ്ത ഓരോ പ്രവൃത്തികള് അങ്ങനെ പറഞ്ഞു. പിന്നെ മാതാപിതാക്കന്മാരെ പറ്റി പ്രത്യേകം പറയാണ്. പർവ്വതം ധരിച്ചുകൊണ്ട് നിൽക്കണ ആ കുട്ടി ആപത്തിൽ അകപ്പെടുവോ, കയ്യിന്ന് വീഴുവോ, കുട്ടിക്ക് എന്തെങ്കിലും പരുക്ക് പറ്റുമോ, ഇങ്ങനെ വ്യസനിച്ചുകൊണ്ട് തന്നെ 7 ദിവസവും ഓരോ ദിവസവും ആ അച്ഛനും അമ്മയും, അച്ഛനും അതെ, നന്ദഗോപുരം അതെ, യശോദ അതെ, രോഹിണി അതെ, ബലരാമേട്ടന് പോലും കുറച്ച് ഉത്കണ്ഠ ഉണ്ടായെന്നാ പറയണത്. അതാ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. കണ്ണനിങ്ങനെ പർവ്വതം താഴെ വെച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും ഓടിച്ചില്ലാണ്. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കണം കണ്ണന്. എന്നിട്ട് അനുഗ്രഹിക്കണം, നന്നായി വരും ഉണ്ണിക്ക് കണ്ണ കെട്ടിപ്പിടിച്ച് ആനന്ദ ആശ്രുക്കളോട് കൂടിയിട്ടാണ്. അതിബലവാനായ രാമനും കൂടി ആ ശ്രീകൃഷ്ണന്റെ ഈ ലീലയെ പറ്റി പ്രത്യേകം അഭിനന്ദിച്ച്, കണ്ണ നന്നായി കണ്ണ എന്ന് പറഞ്ഞിട്ട്. കുറച്ചൊരു ഭയം ഉണ്ടായിരുന്നു, ഇതിങ്ങനെ 7 ദിവസം നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ബലരാമേട്ടനും പറയണു കണ്ണനോട്. ദേവന്മാരോ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാ പറയണത്. ദിവി ദേവഗണാസാധ്യാഃ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടപുർമുമുജുത്തുഷ്ടാഃ പുഷ്പവർഷാണി പാർത്ഥിവ. ഇങ്ങനെ പറയണു ശ്രീ ശുകബ്രഹ്മർഷി. ഹേ പാർത്ഥിവ, ഹേ രാജാവേ, ദിവി സ്വർലോകത്തിൽ ദേവഗണാഹ ദേവസമൂഹങ്ങൾ, സാധ്യാഹ സാധ്യന്മാര്, സിദ്ധ ഗന്ധർവചാരണാഹ സിദ്ധന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, തുഷ്ടാഹ സന്തോഷിച്ചവരായിട്ട്, തുഷ്ടുവു സ്തുതിച്ചു, പുഷ്പവർഷാണി പുഷ്പവർഷങ്ങളെ മുമുജു മോചിച്ചു. ഇന്ദ്രനെ ഇങ്ങനെ അപമാനിക്കുകയും ഗോകുലവും രക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് സ്വർഗത്തില് ഇന്ദ്രന്റെ പ്രജകളായ ദേവന്മാര്, സാധ്യന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര് അവർക്കൊക്കെ വളരെ സന്തോഷായി. അവരെല്ലാവരും സന്തോഷിച്ച് ഭഗവാനെ സ്തുതിച്ചു. സ്തുതിക്കുക മാത്രമല്ല, പുഷ്പവൃഷ്ടി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഖണ്ഡമണ്ഡലാധിപത്യം വഹിച്ചിരിക്കുന്ന രാജാക്കന്മാരെ അഖണ്ഡമണ്ഡലാധിപതിയായ ചക്രവർത്തി ശാസിച്ചാൽ പ്രജകള് സന്തോഷിക്കുക പതിവാണെന്ന് അത് അങ്ങ് അറിയണ്ടല്ലോ, മനസ്സിലാക്കില്ലേ? എന്താ വെച്ചാൽ ദേവന്മാരുടെ അധിപതി ആരാ? ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ അഹങ്കാരാണ് തീർത്തിരിക്കണത്. പക്ഷെ എന്നാലും ദേവന്മാർക്ക് സന്തോഷമാവുകയാണ് ചെയ്തത്. അവര് അതൊന്നും കണക്കാക്കിയില്ല. ഭഗവാൻ വേണ്ടതാണ് ചെയ്തതെന്ന് അവർക്കും കൂടി അനുഭവമായി. അതുകൊണ്ടാണ്
അത് മനസ്സിലാക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് രാജാവിന്, ഹേ രാജാവേ, ചക്രവർത്തിമാർക്ക് അത് മനസ്സിലാവും അല്ലെ. മനസ്സുകൊണ്ട് സന്തോഷം, വാക്കുകൊണ്ട് സ്തോത്രം, സ്തുതിച്ചു അവര് ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. ദേഹം കൊണ്ട് പുഷ്പവർഷം ചെയ്ത ആ ദേവാദികള് ത്രിവിധ കരണങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും അവരവരുടെ സന്തോഷം വെളിപ്പെടുത്തി. ശംഖദുന്ദുഭയോ നേതു ദിവി ദേവ പ്രണോദിതാഹ ജഗുർഗന്ധർവപതയ തുമ്പുരു പ്രമുഖാ നൃപ. ഹേ രാജാവേ, ദേവന്മാര് പറഞ്ഞു, നിങ്ങളെല്ലാ വാദ്യമേളങ്ങളൊക്കെ മുഴക്കിക്കോളിൻ എല്ലാവരും എന്നങ്ങോട്ട് പറയണവര്. അങ്ങനെ തുമ്പുരു മുതലായ ഗന്ധർവപതികള് അവരുടെ വാദ്യവിശേഷങ്ങളായ ദേവദുന്ദുഭികള് മുഴക്കി നല്ല സ്തോത്രങ്ങൾ ഇങ്ങനെ പാടാൻ തുടങ്ങി എല്ലാവരും. തതോനുരക്തേ പശുവൈ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജൽ ഹരി തഥാവിധാന്യസ്യ കൃതാനി ഗോപികാ ഗായന്ത്യൈർ മുദിതാ ഹൃദി സ്പൃശ. രാജൻ, ഹേ രാജാവേ, അനുരക്തേഹി അനുരക്തന്മാരായ പശുവൈ ഗോപന്മാരാൽ പരിശ്രിത ചുറ്റപ്പെട്ടും സബല ബലരാമനോടുകൂടിയും ഇരിക്കുന്ന സ ഹരി ആ കൃഷ്ണൻ ഗോഷ്ഠം ഗോകുലത്തെ അബ്രജൽ പ്രാപിച്ചു. ഗോപികമാർ ഹൃദിസ്പൃശ തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന അസ്യ ഇദ്ദേഹത്തിന്റെ തഥാവിധാനി പ്രകാരമുള്ള കൃതാനി കർമ്മങ്ങളെ ഗായന്ത്യ പാടുന്നവരായി മുദിതാഹ സന്തുഷ്ടകളായിട്ട് ഈയു പ്രാപിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, ഇങ്ങനെ അതിസ്നേഹയുക്തന്മാരായ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനും ഗോപന്മാര് മുഴുവൻ ഭഗവാൻ ഇങ്ങനെ ചുറ്റി നിൽക്കണം. അവർക്ക് ഭഗവാന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കും, ചുംബിക്കും. പശുക്കൾ ഇങ്ങനെ നക്കിക്കൊണ്ട് നിൽക്കണം. ആരും ഭഗവാന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോകണില്ല. അങ്ങനെ ആ ബലരാമസഹിതനുമായ ഭഗവാൻ ശ്രീഹരി അവിടെ നിന്ന് ഗോകുലത്തിലേക്ക് പോയി. ഭഗവാനെ ഹൃദയത്തിൽ തന്നെ ധരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോപികമാരും എന്തൊരു അത്ഭുതമല്ലേ. ആ ഗോവർദ്ധന ലീലകളെ കുറിച്ചിട്ട് ഇങ്ങനെ അത്ഭുതമായിട്ടും ആനന്ദത്തോടു കൂടിയിട്ടും അങ്ങനെ പാടിക്കൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും കൂടി ഗോകുലത്തിലെത്തി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 25-ാമത്തെ അധ്യായം ഗോവർദ്ധനധാരിയായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.